ഏത് മടയിൽ ചെന്ന് ഒളിച്ചിരുന്നാലും അവിടെ വന്ന് നേരിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ CPM തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ആരുടെ നേരെ? സന്ദീപ് വാര്യരുടെ നേരെ. സന്ദീപ് വാര്യരെ തീർക്കുക എന്നുള്ളത് CPM-നും BJP-യുടെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി തീർന്നിരിക്കുകയാണ്. BJP-യെ നന്നായി ഭയക്കുന്നുണ്ട് സന്ദീപ് വാര്യർ. കാരണം സ്ഥാനമോഹിയായിട്ട് അവിടെ നിന്നൊന്നും നേടാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസിലേക്ക് വന്നത്. കോൺഗ്രസിൽ വന്ന് ആദ്യം പോയി മുട്ടുകുത്തിയതും സാഷ്ടാംഗം നമസ്കരിച്ചതും നമ്മുടെ സാദിഖ് അലി തങ്ങളുടെ അടുക്കലാണ്. ഇപ്പൊ പാണക്കാട് തങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം കൊട്ടാരക്കര ജയിലിൽ ഉണ്ടെന്ന് കഴിയുകയാണ്. അതും കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ചിലരൊക്കെ. ഈ പണ്ട് ഇങ്ങോട്ടേക്ക് കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോഴേ സന്ദീപ് വാര്യര് ലീഗിൻ്റെ താവളത്തിലേക്കാണ് ഉന്നം വെച്ചിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ പോയി നിന്നാൽ ആദ്യമൊക്കെ വലിയ വീമ്പിളക്കി ഞാൻ അങ്ങ് തൃശ്ശൂരിൽ മറിക്കുമെന്നൊക്കെ പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. കാരണം ചില പ്രത്യേക ഇടങ്ങളിൽ നമുക്കറിയാം BJP-ക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടമുണ്ട്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത്. അപ്പോൾ അവിടെ പോയി ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയി മത്സരിച്ചാൽ BJP-ക്കാർ വന്ന് അറ്റാക്ക് ചെയ്യില്ല. ഇത് ഭയന്നു പോയി നിൽക്കുന്നതാണ്. സാദിഖ് അലിയുടെ പാദം കഴുകി കുടിച്ചിട്ട് അവരുടെ താവളത്തിനകത്ത് ഒരു സീറ്റ് വാങ്ങുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നോക്കി വെച്ചിരിക്കുന്നത് KT ജലീൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരുന്ന 2011-ലും 2016-ലും 2021-ലും വിജയിച്ചു വന്നിട്ടുള്ള തവന്നൂർ മണ്ഡലമാണ്. നമുക്കറിയാം അത് മലബാർ മേഖലയിലുള്ള മണ്ഡലമാണ്, മുസ്ലിം സ്വാധീന മേഖലയാണ്. BJP-ക്ക് ഒരു കയറ്റവും ഇല്ലാത്ത ഇടമാണ്. BJP-ക്ക് കയറ്റമില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജലീലിനെ ഒന്ന് പരാജയപ്പെടുത്തുകയും വേണം. അത് ലീഗിനും ആവശ്യമാണ്. കാരണം ഈ 2006 KT ജലീലാണ് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറം മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത്. കുറ്റിപ്പുറം എന്നുള്ള മണ്ഡലം ഇപ്പോഴില്ല. ഐസ്ക്രീം പാർലർ കേസിന് ശേഷം അത് കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിന് ഏറ്റ ക്ഷതമെന്ന് പറയുന്നത് ചില്ലറയല്ല. ഇപ്പോഴും അതിൻ്റെ പക തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടിട്ടെങ്കിലും ഒന്ന് തീർക്കണമെന്ന് കരുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഏതായാലും സന്ദീപ് വാര്യർക്കും വളരെ സേഫ് ആയിട്ടുള്ള ഇടവും വേണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ KT ജലീലിനെ തോപ്പിക്കുകയും വേണം. അപ്പം തിന്നാ രണ്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞ പോലെ അപ്പം തിന്നാൻ മീശയും എണ്ണ വെച്ച് തുടക്കിയെടുക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ലീഗിന്റെ ആവശ്യവും നടക്കും, സന്ദീപ് വാര്യരുടെ കാര്യവും നടക്കും. BJP-യെ ഭയന്നാണ് സന്ദീപ് വാര്യര് ലീഗിന്റെ താവളത്തിലേക്ക് കയറുന്നതെന്ന്. കാരണം ലീഗ് അല്ലാതെ വാര്യർ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും അവിടെ BJP വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം നമുക്കറിയാം ജലീൽ ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ മത്സര രംഗത്തേക്ക് ഇനി ഇല്ല എന്നൊക്കെ. അത് KT ജലീലിന്റെ പതിവ് വാക്യമാണ് കേട്ടോ. ജലീൽ 2016-ൽ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തവന്നൂരിൽ നിന്ന് വിജയിക്കുന്നത്. ആദ്യ തവണത്തെക്കാളും ഭൂരിപക്ഷം ഉയർത്തി 16-ൽ വന്നപ്പോൾ. 2021-ൽ വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കുറഞ്ഞു. അന്ന് ഫിറോസ് ആണ് മത്സരിക്കുന്നത് ജലീലിനെതിരെ. അവസാനം വരെയും കടുത്ത മത്സരത്തിലാണ്. ഏതാണ്ട് ഒരു 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കഷ്ടി അവിടെ നിന്ന് കടന്നുകൂടിയത്. കടന്നുകൂടില്ല എന്ന് തന്നെ കരുതിയതാണ്. പക്ഷെ ആ ഒരു പൊതുവായ ഒരു തരംഗത്തിലും അങ്ങ് കടന്നുപോയി എന്നുള്ളതാണ്. KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീലിന് ഈ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനം ഉണ്ടായിരിക്കണം. അതില്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ജലീൽ എപ്പോഴും വളരെ സുരക്ഷിതമായ മണ്ഡലമായിട്ട് കാണുന്നതും തവന്നൂര് തന്നെയാണ്. CPM-നും അതൊരു സൗകര്യമാണ്. കാരണം ജലീലാവുമ്പോൾ എങ്ങനെയെങ്കിലും ജയിച്ചങ്ങ് വന്നോളും എന്നുള്ള ഒരു കണക്കുകൂട്ടലുമുണ്ട്. അപ്പോൾ ഈ സന്ദീപ് വാര്യര് ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ
അവിടെ BJP സ്വാധീന മേഖലയല്ല. പിന്നെ അതുപോലെ തന്നെ ലീഗിന് ആധിപത്യമുണ്ട്. ലീഗിന്റെ ആധിപത്യവും കോൺഗ്രസ് വോട്ടുകളും എല്ലാം കൂടി ചേരുമ്പോൾ വിജയസാധ്യത ഉള്ളതായിട്ടാണ് വാര്യര് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും സന്ദീപ് വാര്യർക്ക് ഈ മണ്ഡലം കൊടുക്കാമെന്നുള്ളതും ലീഗ് അത് കരാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ചർച്ച നടന്നിട്ടുള്ള കാര്യമാണ്. ഈ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പല വിധത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടാണ് ഇറങ്ങിയത്. കാരണം എനിക്ക് ലീഗിന്റെ കോട്ടയിൽ എവിടെങ്കിലും ഇടം തരണം. ഇപ്പൊ കണ്ടില്ലേ, ലീഗിന്റെ ചില സീറ്റുകൾ കോൺഗ്രസ്സുകാരുമായിട്ട് വെച്ചു മാറാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ മണ്ഡലത്തില് പിന്നെ K മുരളീധരൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അത് ലീഗിന്റെ മണ്ഡലവുമാണ്, ലീഗിന് ആധിപത്യവുമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസ്സുകാരുടെ പാലം വലിക്കലും പാരപ്പണിയും ഒന്നും അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ ലീഗിന്റെ ആധിപത്യമാണ്. ലീഗ് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ലീഗ് ഉള്ള വോട്ട് അതുപോലെ തന്നെ കൃത്യമായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ തിരുവമ്പാടി മണ്ഡലത്തിലും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട്. കാരണം ജോസ് കെ മാണി UDFിൽ വന്നാൽ ഒരു സുരക്ഷിത മണ്ഡലം ആവശ്യമാണ്. അപ്പോൾ ലീഗ് അങ്ങനെ പല കാര്യങ്ങൾക്കും തയ്യാറാകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ 26 അധികാരത്തിൽ വരണം, അതിനു വേണ്ടി കൂടിയാണ്. കാരണം ഇത് 2 തവണയായിട്ട് അധികാരമില്ലാതെ നിൽക്കുന്നു, അതിൻ്റെതായ പ്രശ്നമുണ്ട്. അത് ഏത് തരത്തിലുള്ള ഇതിനും തയ്യാറാകാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. ഈ NSS SNDP ഒക്കെ ഈ ലീഗിന്റെ ആധിപത്യം മനസ്സിലാക്കിയിട്ടാണ്, പ്രത്യേകിച്ച് NSS നമ്മുടെ പെരുന്നയിലെ പോപ്പ് പിണറായി വിജയന് പിന്തുണ കൊടുത്തത് അതുകൊണ്ടാണ്. കാരണം ലീഗ് UDFിൽ ആധിപത്യം സ്ഥാപിക്കും, ഉറപ്പായ കാര്യമാണ്. ഇപ്പൊ എത്ര സീറ്റ് വേണേലും വിട്ടുകൊടുക്കുകയും വെച്ചുമാറാനും തയ്യാറാവും. കാര്യം എന്ത്? അധികാരത്തിൽ വരണം എങ്ങനെയെങ്കിലും. ഇത് പിണറായി വിജയൻ മനസ്സിലാക്കി. ലീഗ് പിന്നീട് ആധിപത്യം സ്ഥാപിക്കും UDFിലേക്ക്. ഈ വിവരം പിന്നെ 2 മുതലാളിമാരെ ധരിപ്പിക്കുകയും ചെയ്തു. പിന്നെ പെരുന്നയിലെ മുതലാളിയെയും കണിച്ചുകുളങ്ങര മുതലാളിയെയും ധരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പിണറായിക്ക് പിൻബലമായിട്ട് വെള്ളാപ്പള്ളിയും പിന്നെ പോപ്പും ചെന്നിരിക്കുന്നത്. കാരണം ലീഗ് ആധിപത്യം സ്ഥാപിക്കുന്നിടത്ത് പിന്നെ NSSന് നിൽക്കാൻ സാധ്യമല്ല. വെള്ളാപ്പള്ളി പലവട്ടമായിട്ട് പറയുന്നുണ്ട്, ഈഴവർക്ക് വലിയ ഒരു ആധിപത്യം ഒന്നും UDFിനകത്തില്ല, ഈഴവ MLA തന്നെ ഇല്ലാതാകുന്നു, ഈഴവർക്ക് യാതൊരു പ്രാതിനിധ്യവും കൊടുക്കുന്നില്ല, ഉണ്ടായിരുന്ന KPCC പ്രസിഡന്റ് സ്ഥാനവും കളഞ്ഞു. ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തില് ലീഗ് എന്തായാലും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിൽക്കാലത്ത് അതായത് UDF അധികാരത്തിൽ വരുമ്പോൾ വലിയ ആധിപത്യം സ്ഥാപിക്കും. ആ ആധിപത്യം മുന്നണിക്ക് തന്നെ ദോഷമായി ഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന സന്ദീപ് വാര്യർ തവന്നൂരിൽ പോയി നിൽക്കുന്നത്. സന്ദീപ് വാര്യർ എന്തായാലും സ്വാർത്ഥനാണ്, സ്വന്തം കാര്യം നോക്കി തനിക്ക് സേഫായിട്ടുള്ള ഇടങ്ങളിലേക്ക് പോകുന്നു. മറ്റിടങ്ങളിലേക്ക് എങ്ങാനും മത്സരിച്ചു കഴിഞ്ഞാൽ 2 പേരെ ഭയക്കണം. 1 BJPക്കാരെ ഭയക്കണം, 2 കോൺഗ്രസ്സുകാരെ ഭയക്കണം. കാരണം ഇന്നലെ കയറി വന്നവന് സീറ്റ് കൊടുത്തല്ലോ എന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ ഭാരവയ്ക്കും, 1-ാം തരം ഭാരവയ്ക്കുകയും ചെയ്യും. അപ്പൊ ക്ലീൻ ആയിട്ട് തോറ്റ് തുന്നം പാടി വാര്യർക്ക് എവിടെയെങ്കിലും ഇരിക്കാം. ഇത് ലീഗിന്റെ പാദസേവ നടത്തി എന്തായാലും നിയമസഭയിൽ എത്താനുള്ള ശ്രമമാണ് വാര്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.